സ്മാർട്ട് ക്രിയേഷൻസ് അവരുടെ CEO നേരത്തെ പങ്കജ് ഭണ്ഡാരി നേരത്തെ തന്നെ എടുത്തൊരു പൊസിഷൻ, ഞങ്ങൾ സ്വർണം പൂശിയ ഒരു വസ്തു സ്വീകരിക്കാറില്ല, മറിച്ച് ഞങ്ങളുടെ അടുത്ത് എത്തിയ സ്വർണ്ണപ്പാളി എന്നത് ചെമ്പായിരുന്നു എന്നാണ്. സ്വർണ്ണപ്പാളി കൊണ്ടുപോയി ഈ സ്വർണം പൂശിയെന്ന് വിജിലൻസ് കമ്മീഷണർ വിജിലൻസ് റിപ്പോർട്ട് നൽകുമ്പോൾ ഈ സ്വർണം ഉരുക്കിയത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ അവർക്കതിൽ എന്തെങ്കിലും താല്പര്യത്തിന്റെ പുറത്താണോ, അതോ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വമേധയാ ഈ സ്വർണം ഉരുക്കി കൈവശപ്പെടുത്തിയ ശേഷം ഇത് ചെമ്പായി അവരുടെ കൈപ്പക്കലെത്തിക്കുകയായിരുന്നു? അതാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് സംബന്ധിച്ച് ഞാൻ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട സംശയം. ഷഫീദ്, ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ച് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന കാര്യമനുസരിച്ച്, അതായത് ശബരിമലയിൽ നിന്നുള്ള സ്വർണ്ണപ്പാളി അത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ച് സ്വർണം ഉരുക്കി വേർതിരിച്ചെടുത്തു എന്നുള്ളത് തന്നെയാണ് ദേവസ്വം വിജിലൻസ് സംശയിക്കുന്ന കാര്യം. ഇക്കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധന ആവശ്യമാണ്. അതിനാണ് SIT അന്വേഷണവും. അത് ഏതെങ്കിലും തരത്തിൽ സ്മാർട്ട് ക്രിയേഷൻസ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞതുപോലെ തങ്ങളുടെ പക്കൽ ചെമ്പുപാളിയാണ് എത്തിയത് എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ വാദത്തെ ദേവസ്വം വിജിലൻസ് സംശയത്തോടെ മാത്രം കാണുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ ഈ ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയുടെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്. സ്വാഭാവികമായും അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും സ്മാർട്ട് ക്രിയേഷനും സംശയമുനയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.